ഇമ്പോർട്ടൻസ് എന്ന് വന്നത് ഫിസിക്സ് 9th ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി ഒന്ന് പറയാൻ വേണ്ടിയാണ്. ഇന്ന് അനിയൻ വന്നപ്പോൾ എക്സാം വല്ല സുഖമില്ലായിരുന്നെന്നാണ് പറഞ്ഞത്. കാരണം നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതാണ്. ഇതിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് റീസൺ അത് പണ്ട് നീറ്റ് എക്സാമിലൊക്കെ ചോദിക്കുന്ന പോലെ അസേഷൻ റീസൺ മോഡൽ ക്വസ്റ്റ്യൻസ്, പിന്നീട് കുറേ ഗ്രാഫ് ലൈക്ക് നീറ്റ് എക്സാമിലെ അതേ ചോദ്യം ജെയ്ക്ക് ചോദിക്കുന്നത് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ മോഡലായി വരുന്നുണ്ട്. കുട്ടികളൊന്നുകൂടി ഇമ്പ്രൂവ് ആവാനും വേണ്ടിയാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതൊക്കെ മനസ്സിലായി. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ആക്കണമെന്നില്ല. ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം നീറ്റ് ലെവൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. ഇതിലൊക്കെ ക്വസ്റ്റ്യൻസ് വളരെ ഡിഫിക്കൽട്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ ഗൺ ഗോസ് എഹെഡ്, ഈ ക്വസ്റ്റ്യനൊക്കെ നീറ്റ് എക്സാമിന് പഴയ AMPT എക്സാമിനൊക്കെ വന്നിട്ടുള്ളതാണ്. ഇതവിടെ ഉണ്ട്. ഇത് നീറ്റിൻ്റെ എൻട്രൻസ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യനാണ്. എ ബുള്ളറ്റ് മൂവിങ് വിത്ത് വെലോസിറ്റി 100 meters can just spend it to 2 planks. സെയിം ക്വസ്റ്റ്യൻസ്, അതേ മോഡൽ ക്വസ്റ്റ്യനാണിത്. എ ബുള്ളറ്റ് ഫ്രം എ ഗൺ ഗോസ് എഹെഡ് വിത്ത് പെനട്രേറ്റിംഗ് ഇൻ ടു എ ട്രീ. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഇങ്ങനെ കുട്ടികളെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് കടത്താനുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു. എങ്ങനെയായാലും പഠന നിലവാരം വീണ്ടും മെച്ചപ്പെടുത്തണം എന്നാണ് ഇതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായത്.